17-കാരിയായ ഒരു പെൺകുട്ടി നടത്തിയ ക്രൂരകൃത്യം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. സംഭവം നടന്നത് തെലുങ്കാനയിലാണ്. ഹൈദരാബാദിനടുത്തുള്ള മുളകന്നൂർ എന്ന ഗ്രാമത്തിൽ. ആ ഗ്രാമത്തിൽ ശ്രീനിവാസ റെഡ്ഡി എന്ന് പറയുന്ന ഒരു 40 വയസ്സുകാരനും അയാളുടെ ഭാര്യ 39 വയസ്സുള്ള രജിതയും താമസിച്ചിരുന്നു. ഇവർക്ക് ഒരു മകളാണുള്ളത്, 17 വയസ്സുള്ള കീർത്തി. ശ്രീനിവാസ റെഡ്ഡി ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവറാണ്. ഒരു ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നത് ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഒക്കെ കഴിഞ്ഞാണ്. അതുവരെ രജിതയും മകളും വിശാഖപട്ടണത്തുള്ള സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ് പതിവ്. ശ്രീനിവാസ റെഡ്ഡി വരാറാകുമ്പോൾ മാത്രമേ അവർ തിരിച്ച് വീട്ടിലേക്ക് വരാറുള്ളൂ. അങ്ങനെ 2019 ഒക്ടോബർ 10 ശ്രീനിവാസ റെഡ്ഡി ഡൽഹിയിലേക്ക് ഒരു ലോഡുമായി പോയി. 15 ദിവസം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞാണ് അയാൾ പോയത്. അതുകൊണ്ട് 11 അമ്മയും മകളും കൂടി വിശാഖപട്ടണത്തെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് 25 രാത്രി 9 മണിയോടെയാണ് ശ്രീനിവാസ റെഡ്ഡി വീട്ടിലെത്തിയത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അവിടെ ലൈറ്റോ ആളുകളെയോ ഒന്നും തന്നെ കണ്ടില്ല. വീട് പൂട്ടിക്കിടന്നിരുന്നു. മക്കളും ഭാര്യയും വന്നിട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം സ്വന്തം കയ്യിലുള്ള സ്പെയർ കീ എടുത്ത് വീട്ടിനകത്ത് കയറി. അപ്പോഴയാളൊന്ന് ഞെട്ടി. വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ വാരി വലിച്ച് നിലത്തിട്ടിരിക്കുന്നു. അയാളുടെ ഭാര്യയുടെ മൊബൈൽ നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിച്ചു. പക്ഷേ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് മകളുടെ മൊബൈലിലേക്ക് വിളിച്ചു. താൻ വിശാഖപട്ടണത്താണുള്ളത് എന്നും അമ്മ അവിടെ ഇല്ലേ എന്നും കീർത്തി ചോദിച്ചു. അച്ഛൻ 25 വരും എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ 2 ദിവസം മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് പോയി എന്നാണ് മകൾ ശ്രീനിവാസ റെഡ്ഡിയോട് പറഞ്ഞത്. ഉടൻ തന്നെ ശ്രീനിവാസ റെഡ്ഡി ബന്ധുക്കളുടെ വീട്ടിലും രജിതയുടെ സഹോദരിമാരുടെ വീട്ടിലുമൊക്കെ വിളിച്ചു ചോദിച്ചു. അങ്ങനെ 26 രാവിലെ അയാൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു, ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങി. 27 മകളും സ്ഥലത്തെത്തി. പോലീസുകാർക്ക് ശ്രീനിവാസ റെഡ്ഡിയെ തന്നെയായിരുന്നു സംശയം. ഞാനും അമ്മയും കൂടിയാണ് വിശാഖപട്ടണത്ത് പോകാൻ തീരുമാനിച്ചത്. 13 പെട്ടെന്ന് അമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. അങ്ങനെ താൻ ഒറ്റക്കാണ് ഇവിടെ നിന്നും പോയത് എന്നാണ് മകൾ പോലീസിനോട് പറഞ്ഞത്. അപ്പോൾ ശ്രീനിവാസ റെഡ്ഡി ചോദിച്ചു, നീ അങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത്, എന്തിനാണ് നുണ പറഞ്ഞത് എന്ന്. അപ്പോൾ ഓർമ്മയില്ലാതെ ഞാൻ പറഞ്ഞു പോയതാണ് എന്നായിരുന്നു കീർത്തിയുടെ മറുപടി. അതുമാത്രമല്ല, അമ്മ തന്നോട്